ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളം എന്ന പേപ്പറിലെ എലമെൻ്ററി പേപ്പറാണ് കേട്ടോ. അതിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പിൽ വരിക. അപ്പോൾ ഡീറ്റെയിൽസ് തരാം കേട്ടോ. പെയ്ഡ് നോട്ട്സാണ്. പ്രായോഗിക മലയാളത്തിൻ്റെ മാത്രമല്ല BA സോഷ്യോളജി മെയിൻ എടുത്തിട്ടുള്ള ആളുകളുടെ ഫസ്റ്റ് സെമ്മിൻ്റെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ഒഴികെയുള്ള ബാക്ക് പേപ്പറുകളും സെക്കൻഡ് സെമ്മിൻ്റെ നോട്ടുകളും അതുപോലെ BA ഹിസ്റ്ററിക്കാരുടെ ജനറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്, ആൻസിലറി പേപ്പർ, അതും ഒക്കെ നോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ MA ഇല്ല കേട്ടോ. MA ചോദിക്കുന്നുണ്ട് പലരും. MAൻ്റെ നോട്ട്സ് റെഡി ആയിട്ടില്ല, എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ചോദിച്ചാൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റാണ്. അതോടുകൂടി മൂന്നാമത്തെ ബ്ലോക്ക് തീരും. ഒരു ബ്ലോക്ക് കൂടിയാണ് ഇനി ഇതിലുള്ളത്. ഇതിൽ 5ാമത്തെ യൂണിറ്റിൻ്റെ പേരല്ല, 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കവിതയിലെ ശുദ്ധനാദങ്ങൾ എന്ന R രാമചന്ദ്രനുമായിട്ട് PM നാരായണൻ നടത്തിയ ഒരു അഭിമുഖ സംഭാഷണമാണ്. എന്താണ് കവിതയിലെ ശുദ്ധനാദങ്ങൾ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരാണ് R രാമചന്ദ്രൻ, ആരാണ് PM നാരായണൻ എന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. മലയാള കവിതയിൽ തൻ്റേതായ പാത വെട്ടിത്തെളിച്ച കവിയാണ് ആര്? R രാമചന്ദ്രൻ. വളരെ കവിതകൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ എങ്കിലും രചിക്കപ്പെട്ടവയെല്ലാം ആസ്വാദക ലോകം നെഞ്ചോട് ചേർത്തവയാണ്. അതായത് എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ശ്യാമസുന്ദരം, പിന്നെ, ഒന്നുമില്ല, സന്ധ്യാനികുഞ്ചങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ആരുടെ? R രാമചന്ദ്രൻ്റെ. കവിത എഴുതുന്നതിലല്ല, കവിയായി ജീവിക്കുന്നതാണ് പ്രധാനമെന്ന് വിശ്വസിച്ച ആളാണ് ആര്? R രാമചന്ദ്രൻ. ഇനി PM നാരായണൻ കവി R രാമചന്ദ്രനുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ പേരാണ് എന്ത്? കവിതയിലെ ശുദ്ധനാദങ്ങൾ. കവിയെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള എഴുത്തുകളാണ് ഓരോ ചോദ്യത്തിലൂടെയും, അല്ലെങ്കിൽ അതിനുള്ളൊരു പഴുതെന്നോണമാണ് ഓരോ ചോദ്യവും അവതരിപ്പിക്കുന്നത്, PM നാരായണൻ അവതരിപ്പിക്കുന്നത്. ആദ്യ ഭാഗങ്ങളിൽ രാമചന്ദ്രൻ്റെ കവിതയിൽ കാണുന്ന പ്രമേയങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത്. കുറച്ച് കവിതകൾ മാത്രം എഴുതിയ കവിയായിരുന്നു R രാമചന്ദ്രൻ, നമ്മൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം അദ്ദേഹം കവിയുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. കവിതയിലെ ശുദ്ധനാദങ്ങൾ എന്ന അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗത്ത് രാമചന്ദ്രൻ്റെ കവിതകളിലെ പൊതു സവിശേഷതകളെപ്പറ്റിയും സ്വഭാവത്തെപ്പറ്റിയും സാമാന്യമായ അറിവുകൾ നൽകിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? സംഭാഷണങ്ങളിലേക്ക് കടക്കുന്നത്. രാമചന്ദ്രൻ്റെ കവിതകളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് വിഷാദമാണ്, അല്ലെങ്കിൽ ദുഃഖമാണ്. ക്ഷണികമായ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെയാണ് കവി തൻ്റെ കവിതകളിൽ വരച്ചു ചേർക്കുന്നത്. ഇങ്ങനെ കവിതകളെക്കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് ആര്? PM നാരായണൻ. അപ്പോൾ എന്താ ചോദിക്കുന്നത് നോക്കാം. രാമചന്ദ്രൻ്റെ കവിതകളെല്ലാം നന്നായി വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് PM എന്ത് ചെയ്തത്? അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. തനിക്ക് മുന്നിലിരിക്കുന്ന വ്യക്തിയെ വാചാലനാക്കാൻ എന്ത് ചെയ്യണം? അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തെപ്പറ്റി തന്നെ ആദ്യം ചോദിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു സമീപനം തന്നെയാണ് PMഉം തിരഞ്ഞെടുത്തിരുന്നത്. പ്രകൃതിയുമായി കവിക്കുള്ള അഗാധമായ ബന്ധം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിന്ന് അഭിമുഖം ചെയ്യുന്ന PM നാരായണനെ ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഈ ഒരു സൂചനയുടെ വെളിച്ചത്തിലാണ് അഭിമുഖം ആരംഭിക്കുന്നത് തന്നെ. പ്രകൃതി എങ്ങനെയാണ് ജീവിതത്തെയും കവിതയെയും സ്വാധീനിച്ചതെന്നാണ് ആദ്യത്തെ ചോദ്യം. അതിനുത്തരമായിട്ട് കവി പറയുന്നത് തൻ്റെ വീടും ബാല്യകാല അനുഭവങ്ങളുമൊക്കെ പ്രകൃതിയോട് ഏത് വിധത്തിലാണോ ചേർന്നിരിക്കുന്നത് എന്ന് അത് വ്യക്തമാക്കണം അദ്ദേഹം ആദ്യം. പ്രകൃതിയുടെ മുന്നിൽ ധ്യാനനിമഗ്നനായി നിൽക്കുന്ന മുഹൂർത്തങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളെന്ന് വിശ്വസിക്കുന്ന കവിയാണ് ആര്? R രാമചന്ദ്രൻ. ഗ്രാമപ്രകൃതി സൃഷ്ടിച്ചെടുത്ത കണ്ടതിനപ്പുറത്തും കാണാൻ എന്തൊക്കെയോ ഉണ്ടെന്ന തോന്നലുകളാണ് കവിതകളായിട്ട് ജന്മം കൊള്ളുന്നത് എന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കവി കാണുന്ന ദൈവവും കവിയും തമ്മിലുള്ള രാഗദ്വേഷ ബന്ധത്തിൻ്റെ പ്രമേയങ്ങളെ പറ്റിയാണ് അടുത്ത ചോദ്യം വരുന്നത്. അവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? ദൈവമില്ലെങ്കിൽ ജീവിതത്തിനൊരർത്ഥവുമില്ല എന്നാണ്. ദൈവമുണ്ടായാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന കവിക്ക് പക്ഷേ ദൈവമുണ്ടെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാനും കഴിയുന്നില്ല. അതാണ് അവിടുത്തെ വൈരുദ്ധ്യം കേട്ടോ. ജീവിതത്തെ ആകർഷകമാക്കുന്നത് സ്നേഹബന്ധങ്ങളും പ്രകൃതിയുമാണെന്ന് വിശ്വസിക്കുന്ന കവി സ്നേഹബന്ധത്തിൻ്റെ സ്നേഹബന്ധങ്ങളൊക്കെയും തന്നെ ദുഃഖത്തിൽ കുതിർക്കുന്നതാണ് എന്നൊരു പരിതാപകരമായിട്ടത് പറയുന്നുമുണ്ട്. ജീവിതത്തിൻ്റെ അന്തർധാര ദുഃഖമാണെന്ന ബുദ്ധദർശനത്തിൽ അധിഷ്ഠിതമാണ് കവിയുടെ ചിന്തകൾ. അമാവാസി രാത്രികളിൽ വീടിന് മുന്നിൽ തമസ് പോലെ പ്രത്യക്ഷപ്പെടാറുള്ള വയൽപ്പരപ്പ് തൻ്റെ സങ്കല്പലോകത്തിന് നിദാനമായിട്ടുണ്ട് എന്ന് കവി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിത്യദുഃഖിതയായ ദൈവവും നിത്യദുഃഖിതയായ ഭൂമിയും കവിയുടെ ചിന്തകളെയും അതുപോലെ തന്നെ കവിതകളെയും ആഴത്തിൽ പിന്തുടരുന്നുണ്ട്.
ഓരോ ചോദ്യത്തിനും കവി വളരെ വിശദമായിട്ട് തന്നെയാണ് ഉത്തരം കൊടുക്കുന്നത്. ദുഃഖത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ദർശനം അവസാനം ശൂന്യതാവാദത്തിലേക്ക് എത്തി നിൽക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാനുള്ള കാരണം അറിയാനാണ് കവി ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ബുദ്ധദർശനത്തിൻ്റെ ഉൾക്കൊള്ളലിലാണ് ശൂന്യതയിലേക്ക് എത്തിയതെന്ന് വ്യക്തമായൊരു മറുപടി അദ്ദേഹം കൊടുക്കുന്നുമുണ്ട്. ഈ ഒരു മറുപടിയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു അടുത്ത ചോദ്യം വരുന്നത്. ആർ രാമചന്ദ്രൻ എന്ന കവിയെ കൂടുതൽ അറിയാനുള്ള പഴുതുകളാണ് ഓരോ ചോദ്യത്തിലൂടെയും PM തുറന്നു വിടുന്നത്. ബുദ്ധദർശനത്തിലെ ശൂന്യതാ ദർശനമാണ് പിന്നീട് തന്നെ സ്വാധീനിച്ചതെന്ന് പറയുമ്പോൾ അത് ആപൽക്കരമല്ലേ എന്നാണ് PM സംശയിക്കുന്നത്. ഇതിനുത്തരമായിട്ട് തൻ്റെ കവിത എഴുത്തിനെ പറ്റി വ്യക്തമായി പറഞ്ഞു വെക്കാണ് ആര് രാമചന്ദ്രൻ. കവിതയ്ക്ക് യാതൊരു സാമൂഹിക പ്രതിബദ്ധതയും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന കവി കവിത എഴുതുന്നത് സ്വന്തം മനസ്സിൻ്റെ സന്തോഷത്തിനും ആശ്വാസത്തിനും മാത്രമാണ് എന്നാണ് ഉറപ്പിച്ച് പറയുന്നത്. ഈ മറുപടിക്ക് ഒരു മറുചോദ്യം എന്ന പോലെയായിരുന്നു അടുത്ത ചോദ്യം. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോട് പുറംതിരിഞ്ഞ് നടക്കുന്നത് കവിതയുടെ പരിമിതിയല്ലേ എന്നാണ് PM ചോദിച്ചത്. നേരത്തെ ചോദിച്ച ചോദ്യം വേറെ വാക്കുകളിൽ ആവർത്തിക്കുകയാണ് താങ്കൾ ചെയ്യുന്നത് എന്നാണ് പതിനാറ് മറുപടി പറയുന്നത് ആർ രാമചന്ദ്രൻ പറയുന്നത്. എങ്കിലും തൻ്റെ ഉള്ളിലെ ദുഃഖബോധത്തെയും അതിൽ നിന്നും പൊട്ടിമുളച്ച ശൂന്യതാബോധത്തെയും പറ്റി വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുമുണ്ട്. സ്വന്തം അസ്തിത്വത്തിൻ്റെ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയും പേറി നടക്കുന്ന കവി അസ്തിത്വം സ്പർശിക്കാത്ത ഒരു രചനയെയും താൻ രചനയായി സ്വീകരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. താൻ കവിതയെ കലയിൽ നിന്ന് വേർതിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വേർതിരിവിൻ്റെ അടിസ്ഥാനം എന്താണെന്നൊരു ചോദ്യം PM ഉന്നയിക്കുന്നുണ്ട്. കല ആവിഷ്കാരമാണെന്നും കവിത കവിയുടെ മനസ്സിലാണെന്നുമാണ് അതിന് രാമചന്ദ്രൻ്റെ മറുപടിയായിട്ട് വന്നത്. ഓരോ കലയ്ക്കും ഓരോ കവിതയ്ക്കും അതിൻ്റേതായ മൂല്യവും പരിമിതിയും ഉണ്ടെന്നും പരിമിതികളെ മറികടക്കാൻ മറ്റു ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് താൻ എതിരാണെന്നുമാണ് കവി പറഞ്ഞു വെക്കുന്നത്. പ്രപഞ്ചം തന്നെ അർത്ഥശൂന്യമായ പ്രതിഭാസമാണെങ്കിൽ കവിതയും അർത്ഥശൂന്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് കവിത എന്ന് പറഞ്ഞാൽ ആ അർത്ഥശൂന്യതയെ ഒന്നുകൂടി തന്നെ ഓർമ്മപ്പെടുത്താനുള്ള മാധ്യമമാണ് എന്നാണ് കവി ഉത്തരം കൊടുക്കുന്നത്. വാക്കുകളെക്കാൾ നല്ലത് മൗനമാണെന്ന് പിന്നീട് തോന്നിയെന്നാണ് കവിത എഴുതിയതിനും ജീവിതത്തിനിടയിൽ എപ്പോഴോ ഉണ്ടായ മൗനത്തെപ്പറ്റി കവിക്ക് പറയാനുള്ളത്. മലയാളത്തിൽ സ്വകാര്യ കവിത മാത്രം എഴുതിയ ഒരാളാണ് താങ്കളെന്ന് PM പറയുമ്പോൾ കവി അത് സമ്മതിക്കുന്നുണ്ട്. സ്വന്തം അസ്തിത്വത്തെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു തൻ്റെ കവിതകൾ എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ശുദ്ധ കവിത എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് താങ്കളെയാണ് എന്നതിന് PM വിശദീകരണം തേടിയപ്പോൾ തൻ്റെ കവിതകളിൽ ഭൂത, ഭാവി, വർത്തമാനങ്ങളൊന്നുമില്ലെന്നും സമകാലീന സമൂഹവുമായി അതിന് യാതൊരു ബന്ധവുമില്ലെന്നും അതുകൊണ്ടാണ് ശുദ്ധ കവിത എന്ന് വിളിക്കപ്പെടുന്നതുമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാവാം ശുദ്ധ കവിത എന്ന് വിളിക്കപ്പെടുന്നത് എന്നാണ് കവി പറയുന്നത്. ഉറപ്പിച്ച് പറയല്ല, ആയിരിക്കാം എന്നുള്ളൊരു മറുപടിയാണ്. പൂർണ്ണതയ്ക്ക് വേണ്ടി നടത്തുന്ന കാത്തിരിപ്പിൽ വലിയ കവിതകളും എഴുതാനാവാതെ നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ പല കവിതകളും വലിയതെന്നല്ല, പല കവിതകളും എഴുതാനാവാതെ നഷ്ടപ്പെട്ടു പോയില്ലേ എന്നൊരു ചോദ്യത്തിന് കവിയായി ജീവിക്കലാണ് കാര്യം, എഴുതിയില്ലെങ്കിൽ പോലും അനുഭൂതിയിൽ തൃപ്തി അടഞ്ഞ ഒരാളാണ് താനെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. കവിത എഴുത്തിൽ സ്വതന്ത്രവും സ്വകാര്യവുമായ ചിന്തകളാണ് ഈ കവി പുലർത്തിയിരുന്നത് എന്നാണ് ഈ ഓരോ സംഭാഷണത്തിലും നമുക്ക് വ്യക്തമാകുന്നത്. രാമചന്ദ്രൻ്റെ കവിതകളുടെ സ്വഭാവങ്ങളെല്ലാം നന്നായി പഠിച്ചാണ് PM ഓരോ ചോദ്യവും ചോദിച്ചിരുന്നത്. മൂർത്തമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായ കവിതകളെപ്പറ്റി ചോദിച്ചപ്പോൾ അജന്ത, സൂര്യകിരണം, കൃതജ്ഞത തുടങ്ങിയ കവിതകളെപ്പറ്റി അദ്ദേഹം വാചാലനാവുന്നുണ്ട്. മഹാകവി ജിയുടെ സ്വാധീനത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് തൻ്റെ കോളേജ് കാലഘട്ടത്തിലെ ഓർമ്മകളെ അദ്ദേഹം അയവിറക്കാണ്. പദങ്ങളിലെ സൗമ്യത, അഭിജാത്യം, അതിമനോഹരമായ കൽപ്പനകളുമാണ് ആരുടെ പ്രത്യേകതകൾ ജിയുടെ കവിതകളിൽ തന്നെ ഏറെ ആകർഷിച്ചത് എന്നാണ് കവി പറയുന്നത്. ജിയുടെ കവിതകളെപ്പറ്റി ഒരുപാട് പറഞ്ഞതിന് ശേഷം ജിയുടെ കവിതകളോടുള്ള അമിതമായ ആഭിമുഖ്യമാണ് തന്നെ വഴിതെറ്റിച്ചത് എന്നും കവി പറയുന്നുണ്ട്. കവിക്ക് P. കുഞ്ഞിരാമൻ്റെ കവിതകളുമായുള്ള അഗാധമായ ബന്ധം അറിഞ്ഞുകൊണ്ടാണ് തന്നെ തന്നിരിക്കുന്ന അതായത് P. കുഞ്ഞിരാമൻ്റെ കവിതകളുമായിട്ട് അഗാധ ബന്ധമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു മഹാകവി P.യെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന്. അപ്പോൾ P.യെ പറ്റി പറയുമ്പോൾ വല്ലാത്തൊരു ഒഴുക്കിലൂടെയാണ് കവി സഞ്ചരിക്കുന്നത്. അതായത് P എന്ന് പറയുമ്പോൾ P. കുഞ്ഞിരാമൻ കേട്ടോ. P. കുഞ്ഞിരാമനിൽ ഞാൻ എൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞു എന്നാണ് ആർ രാമചന്ദ്രൻ്റെ മറുപടി. P.യുടെ കവിതകളിലാണ് ആദ്യമായിട്ട് താൻ ഗൃഹാതുരത കണ്ടതെന്നും പ്രകൃതിയുമായിട്ട് ഇത്രയേറെ ഇണങ്ങി ജീവിച്ച വേറൊരു കവിയും മലയാളത്തിലില്ലെന്നും രാമചന്ദ്രൻ നിരീക്ഷിക്കുന്നുണ്ട്. വൈലോപ്പിള്ളിയും രാമചന്ദ്രനും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റി തുടർന്ന് PM ചോദിച്ചു.
അപ്പോൾ വൈലോപ്പിള്ളി കവിത തന്നെ സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ വൈലോപ്പിള്ളി കവിതകളെപ്പറ്റി ഒരുപാട് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ കാവ്യ പാരമ്പര്യത്തിൻ്റെ മുഴുവൻ ചൈതന്യവും ആവാഹിച്ച് ആധുനികതയുമായി ചേർന്ന് നിൽക്കാൻ മറ്റൊരു കവിക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് വൈലോപ്പിള്ളിയെ പ്രത്യേകം വിലയിരുത്തിയത്. രാമചന്ദ്രൻ എന്ന കവി ആധുനിക കവിതയുടെ അല്ലെങ്കിൽ എന്താ പറയുക, മോഡേണൈസേഷൻ്റെ ആധുനികതയുടെ കവിയായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ കവികളെപ്പറ്റി ചോദിക്കുന്നുണ്ട് PM. ആധുനിക കവികൾ കൂടുതൽ ഉള്ളിലേക്ക് നോക്കുന്നവരായിരുന്നു എന്നാണ് ആധുനിക കവികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓരോ കവിയും തൻ്റേതായ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ലോകത്തെ കാണുന്നത്. കവിതയുടെ ഭാവി എന്തായിരിക്കണമെന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി കൊടുക്കാൻ ആരെക്കൊണ്ട് കഴിയുന്നില്ല? രാമചന്ദ്രനെ കൊണ്ട് കഴിയുന്നില്ല. അതായത് അതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോ കാലത്തും മനുഷ്യരുടെ സൗന്ദര്യബോധം വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് കവിതയും എഴുത്തും വായനയും എല്ലാം മാറി വരുമെന്നാണ് അദ്ദേഹം അതിന് മറുപടി കൊടുത്തത്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ മനുഷ്യരുടെ സൗന്ദര്യബോധം എന്തായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ആണ് കവി പ്രതികരിക്കുന്നത്. പിന്നീട് മരണത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. മരണത്തെ ഓർക്കൽ കുറവാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ ഭൂമിയിൽ കാണുന്ന സ്നേഹവും സൗന്ദര്യവും മരണാന്തരം ഉണ്ടായാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കവിയെ സംബന്ധിച്ചിടത്തോളം കവിതയിൽ മൃത്യുബോധത്തിന് പ്രസക്തിയുമില്ല. PM നാരായണൻ്റെ ചോദ്യങ്ങളിലെ സൂക്ഷ്മതയും അതുപോലെ അടക്കവും രാമചന്ദ്രൻ്റെ കൃത്യമായ തുറന്നു പറച്ചിലുമാണ് ഈ അഭിമുഖത്തെ വിജയകരമായി മുന്നോട്ട് നയിച്ചത് എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. കവിയെപ്പറ്റിയുള്ള സാമാന്യ അറിവുകൾക്കപ്പുറം ആർക്കുമെന്തില്ല അറിയാത്ത കുറേ അറിവുകൾ തേടുന്നതായിരുന്നു PMൻ്റെ ഓരോ ചോദ്യവും. ഒരു വിശദീകരണം കിട്ടിയാൽ അതിൽ വ്യക്തമാവാത്ത പക്ഷം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വ്യക്തമാവാത്തതുണ്ടെങ്കിൽ ആ സംശയത്തെ പുതിയൊരു അറിവിലേക്ക് വേണ്ടിയിട്ട് വേറൊരു ചോദ്യരൂപത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ് ചെയ്തത്. കവിതയെക്കുറിച്ചും ജീവിത ദർശനങ്ങളെക്കുറിച്ചും വളരെ സൂക്ഷ്മമായ ചോദ്യങ്ങളിലൂടെയാണ് ഉത്തരം തേടുന്നത്. മാത്രവുമല്ല, ഓരോ ചോദ്യത്തിനും വിശദമായ വിവരണങ്ങളാണ് കവി കൊടുക്കുന്നത്. കവിത എഴുതുന്നതിനേക്കാൾ ഉപരി കവിതയിൽ ജീവിച്ച കവിയായിരുന്നു രാമചന്ദ്രൻ. തൻ്റെ കവിതയ്ക്ക് സാമൂഹിക പ്രതിബദ്ധതയില്ല എന്നും തൻ്റെ മനസ്സിൻ്റെ ആനന്ദത്തിനും തൃപ്തിക്കും വേണ്ടിയാണ് എഴുതുന്നതെന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ദുഃഖമാണ് രാമചന്ദ്രൻ്റെ കവിതകളിലെ മുഖമുദ്ര. ദുഃഖം അല്ലെങ്കിൽ വിഷാദം, നമ്മളങ്ങനെയാണ് പറയുന്നത്, രണ്ടും ഒരേ അർത്ഥമാണ് കേട്ടോ. പ്രകൃതിയെ ഉപാസിച്ചുകൊണ്ട് എഴുതുന്ന ഈ കവിതകൾ ശൂന്യതാബോധത്തിൽ അധിഷ്ഠിതവുമാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രഭാഷണത്തിൽ പറയാനുള്ളത്. അപ്പോൾ 3ാമത്തെ ബ്ലോക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ 4ാമത്തെ ബ്ലോക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.